ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 26. നസ്രസിലെ മേരി ജോസഫിന് കാര്യം വ്യക്തമാക്കി കൊടുക്കുന്നു. 53 ദിവസങ്ങൾക്ക് ശേഷം ഈ ദർശനത്തിലൂടെ മാതാവ് പ്രത്യക്ഷയാകുന്നു. ഈ ദർശനം ഈ പുസ്തകത്തിൽ എഴുതാനും എന്നോട് പറയുന്നു. എൻ്റെ സന്തോഷം നവീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം മേരിയെ കാണുക എന്നത് സന്തോഷം തന്നെയാണ്. നസ്രസിലെ ചെറിയ ഫലവൃക്ഷത്തോട്ടം ഞാൻ കാണുന്നു. ധാരാളം ശിഖരങ്ങളും ഇലകളും നിറഞ്ഞ ഒരാപ്പിൾ മരത്തിൻ്റെ തണലിലിരുന്ന് മേരി നൂൽ നൂൽക്കുന്നു. ആ മരം നിറയെ ആപ്പിൾ പഴങ്ങളുണ്ട്. അവ ഉരുണ്ട് ചുവപ്പും റോസും കലർന്ന നിറത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ കൊച്ചുകുട്ടികളുടെ അനേകം കവിൾത്തടങ്ങൾ പോലെ തോന്നുന്നു. എന്നാൽ മേരിക്ക് റോസ് നിറമൊന്നുമില്ല. ഹെബ്രോണിൽ വെച്ചുണ്ടായിരുന്ന ആ സുന്ദരമായ നിറമെല്ലാം പോയി. ദന്തത്തിൻ്റെ നിറം പോലെ വിളറി വെളുത്തിരിക്കുന്നു. അധരങ്ങൾ മാത്രം അല്പം ചെമപ്പ് കലർന്ന ചിപ്പിയുടെ നിറത്തിലുണ്ട്. കൺപീലികൾ താഴ്ന്നിരിക്കുന്നു. അവയ്ക്കിടയിൽ കറുപ്പ് രേഖകളുണ്ട്. കണ്ണുകൾ വീർത്തിരിക്കുന്നു. കരഞ്ഞതുപോലെ തോന്നും. അവളുടെ ശിരസ് കുനിഞ്ഞിരിക്കുന്നത് കൊണ്ട് കണ്ണുകൾ എനിക്ക് കാണാൻ കഴിയുന്നില്ല. ജോലിയിൽ മുഴുകിയിരിക്കുന്ന മേരി തന്നെ അലട്ടുന്ന എന്തോ വിചാരത്തിലാണ് കൂടുതൽ ആമഗ്നയായിരിക്കുന്നത്. ഹൃദയത്തിൽ ദുഃഖമുള്ള ഒരാളെ പോലെ നെടുനിശ്വാസം ഉതിർക്കുന്നത് എനിക്ക് കേൾക്കാം. അവൾ വെള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. വെള്ള ലിനൻ. പൂക്കളുടെ പുതുമയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് പൂക്കളുടെ പുതുമയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് പ്രഭാത സമയമാണിപ്പോഴെന്നാണ്. എന്നിട്ടും പ്രകൃതി ആകെ ചൂടാണ്. അവളുടെ ശിരസ് മൂടിയിട്ടില്ല. സൂര്യപ്രകാശം ആപ്പിൾ മരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ ഊർന്നിറങ്ങി താഴെയുള്ള പൂച്ചെടിത്തടങ്ങളിൽ പതിക്കുന്നു. അവ മേരിയുടെ ശിരസിലും ചെറിയ വൃത്തങ്ങൾ പതിപ്പിക്കുന്നു. അവളുടെ മുടി മുഴുവൻ തനി സ്വർണം പോലെ പ്രകാശിക്കുന്നു. വീട്ടിൽ നിന്നോ അയൽപ്പക്കത്തു നിന്നോ ഒരു ശബ്ദം പോലുമില്ല. അരുവിയിലൂടെ വെള്ളമൊഴുകുന്ന ശബ്ദം മാത്രം കേൾക്കാം. വൃക്ഷത്തോട്ടത്തിലൂടെ വെള്ളമൊഴുകി താഴെയുള്ള കുഴിയിൽ പതിക്കുന്ന ശബ്ദമാണത്. വീടിൻ്റെ വാതിൽക്കൽ കനത്ത ശബ്ദത്തിലുള്ള ഒരു മുട്ടൽ കേട്ട് ഞേരി ഞെട്ടുന്നു. നൂൽത്തണ്ടും തക്ലിയും ഉടനെ താഴെ വച്ചിട്ട് മേരി ചെന്ന് വാതിൽ തുറന്നു. അവളുടെ വസ്ത്രം വളരെ അയവുള്ളതും വലുതുമാണെങ്കിലും ശരീരത്തിൻ്റെ വികാസം പെട്ടെന്നറിയാം. ജോസഫ് മുമ്പിൽ നിൽക്കുന്നു. മേരിയുടെ അധരങ്ങളും ഇപ്പോൾ വിളറി വെളുത്തു. അവളുടെ മുഖത്ത് രക്തവർണം അല്പം പോലുമില്ല. അത് തിരുവോസ്തി പോലെയുണ്ട്. ദുഃഖത്തോടെ ചോദ്യമുതിർക്കുന്ന കണ്ണുകളോടെ അവൾ ജോസഫിനെ നോക്കുന്നു. യാചനാഭാവത്തിലുള്ള കണ്ണുകളോടെ ജോസഫ് മേരിയെ നോക്കുന്നു. രണ്ടുപേരും പരസ്പരം നോക്കുന്നു. ഒന്നും പറയുന്നില്ല. അനന്തരം മേരി പറയുന്നു, ഈ സമയത്ത് ജോസഫേ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്നോട് എന്താണ് പറയുവാനുള്ളത്? അകത്തേക്ക് വരൂ. ജോസഫ് അകത്തേക്ക് പ്രവേശിക്കുകയും വാതിലടയ്ക്കുകയും ചെയ്യുന്നു. എന്നാലും മൗനം തന്നെ. പറയൂ ജോസഫ്, എന്താണ് വേണ്ടത്? ഞാൻ എന്ത് ചെയ്യണം? നീ എന്നോട് ക്ഷമിക്കണം. മുട്ടുകുത്താനാണെന്ന് തോന്നുന്നു. ജോസഫ് കുനിയുന്നു. എന്നാൽ ഒരിക്കലും ജോസഫിനെ സ്പർശിച്ചിട്ടില്ലാത്ത മേരി ശക്തിയായി അദ്ദേഹത്തിൻ്റെ തോളിൽ പിടിച്ച് തടയുന്നു. മേരിയുടെ മുഖം മാറി മാറി ചെമപ്പും വെളുപ്പുമാകുന്നു. ഞാൻ നിന്നോട് ക്ഷമിക്കണമെന്നാണോ ആവശ്യപ്പെടുന്നത്? എനിക്ക് ക്ഷമിക്കാനൊന്നുമില്ലല്ലോ ജോസഫേ. ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഇവിടെ ചെയ്ത എല്ലാറ്റിനും എന്നോടുള്ള സ്നേഹത്തിനും ഞാൻ ഒന്നുകൂടി നന്ദി പറയുന്നു. ജോസഫ് അവളെ നോക്കുന്നു. 2 വലിയ കണ്ണുനീർ തുള്ളികൾ കണ്ണിൻ്റെ കുഴി നിറഞ്ഞു നിൽക്കുന്നു. ഒരു പാത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ നിന്നിട്ട് അവ കവിൾത്തടങ്ങളിലൂടെ ഉരുണ്ട് താടിമീശയിലേക്ക് ഒഴുകുന്നു. എന്നോട് ക്ഷമിക്കൂ മേരി, ഞാൻ നിന്നെ അവിശ്വസിച്ചു. ഇപ്പോഴെനിക്കറിയാം, ഇത്ര വലിയ നിധി ലഭിക്കാൻ ഞാൻ അർഹനല്ല. ഞാൻ സ്നേഹമില്ലാത്തവനായിപ്പോയി. എൻ്റെ ഹൃദയത്തിൽ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തി. അന്യായമായി ഞാൻ കുറ്റപ്പെടുത്തി.
കാരണം സത്യം എന്തെന്ന് പറയുവാൻ നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ദൈവകൽപ്പനയ്ക്കെതിരെ ഞാൻ പാപം ചെയ്തു. എന്തെന്നാൽ ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചതുപോലെ നിന്നെ സ്നേഹിച്ചിട്ടില്ല. ഓ, ഒരിക്കലുമില്ല, നീ പാപമൊന്നും ചെയ്തില്ല. തീർച്ചയായും ഞാൻ പാപം ചെയ്തു മേരി. ഇതുപോലൊരു കുറ്റം എൻ്റെ മേൽ ആരോപിച്ചിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുമായിരുന്നു. എന്നാൽ നിന്നെ തന്നെ ന്യായീകരിക്കാൻ ഒരവസരം ഞാൻ നൽകിയില്ലല്ലോ. നിന്നോട് ചോദിക്കുക പോലും ചെയ്യാതെ ഞാൻ ഒരു തീരുമാനമെടുക്കാൻ ഒരുങ്ങുകയായിരുന്നു. നിന്നോട് ഞാൻ അന്യായമായിട്ടാണ് പെരുമാറിയത്. കാരണം എൻ്റെ സംശയം കൊണ്ട് നിന്നെ ഞാൻ വിഷമിപ്പിച്ചല്ലോ. ഒരു ഒറ്റ സംശയം പോലും കുറ്റകരമാണ്. അറിവില്ലാത്തപ്പോഴാണ് സംശയിക്കുന്നത്. നിന്നെ അറിയേണ്ടതുപോലെ ഞാൻ അറിഞ്ഞില്ല. ഓ, ഞാൻ അനുഭവിച്ച ദുരിതം, 3 ദിവസം അനുഭവിച്ച ദുരിതം. മേരി, എന്നോട് ക്ഷമിക്കൂ. എനിക്ക് ജോസഫിനോട് ക്ഷമിക്കാനൊന്നുമില്ലല്ലോ. നേരെ മറിച്ച് ജോസഫിന് ഞാൻ വരുത്തിയ വേദന എന്നോട് ക്ഷമിക്കണമേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓ, ശരിയാണ്, എത്ര വലിയ വേദന, എന്തൊരു പീഡനം. നോക്കൂ, ഇന്ന് രാവിലെ ചിലരെന്നോട് പറയുന്നു, നിന്റെ ചെന്നി രണ്ടും നരച്ചിരിക്കുന്നല്ലോ, നിന്റെ മുഖത്താകെ ചുളിവ് വീണല്ലോ എന്ന്. ഇക്കഴിഞ്ഞ ദിവസങ്ങൾ ഒരു 10 വർഷത്തേക്കാൾ ദീർഘമായിരുന്നു. എന്നാൽ മേരി, നിന്റെ ഈ മഹത്വം ഭർത്താവായ എന്നിൽ നിന്ന് എളിമയോടെ മറച്ചുവെച്ച് ഞാൻ നിന്നെ സംശയിക്കാൻ ഇടയാക്കിയത് എന്തുകൊണ്ടാണ്? ജോസഫ് മുട്ടിന്മേലല്ല നിൽക്കുന്നതെങ്കിലും മുട്ടുകുത്തിയതുപോലെ താണു കുനിഞ്ഞാണ് നിൽക്കുന്നത്. മേരി പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കരങ്ങൾ ജോസഫിന്റെ തലയിൽ വയ്ക്കുന്നു. അവന്റെ പാപം മോചിക്കുന്നത് പോലെ തോന്നുന്നു. അവൾ മൃദുല സ്വരത്തിൽ പറയുന്നു, ഞാൻ ഏറ്റവും പരിപൂർണമാം വിധം എളിയവളായിരുന്നെങ്കിൽ പ്രതീക്ഷിക്കപ്പെട്ടവനെ ഗർഭം ധരിക്കുവാൻ കഴിയുമായിരുന്നില്ല. എളിയവളായിരുന്നില്ലെങ്കിൽ പ്രതീക്ഷിക്കപ്പെട്ടവനെ ഗർഭം ധരിക്കുവാൻ കഴിയുമായിരുന്നില്ല. കാരണം മനുഷ്യനെ നശിപ്പിച്ച അഹങ്കാരത്തിന് പരിഹാരം ചെയ്യുവാനാണ് അവൻ വരുന്നത്. ഞാൻ അനുസരിക്കുകയും ചെയ്തു. ദൈവം അതുപോലുള്ള അനുസരണം എന്നിൽ നിന്ന് ആവശ്യപ്പെട്ടു. എനിക്ക് വളരെ വിഷമമുണ്ടായിരുന്നു. നീ നിമിത്തം നീ അനുഭവിക്കേണ്ട വിഷമമോർത്ത് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ അനുസരിക്കുകയല്ലാതെ ഞാനൊന്നും ചെയ്യുകയില്ല. ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്. ദാസന്മാർ അനുസരിക്കുകയല്ലാതെ ലഭിക്കുന്ന കൽപ്പനകളെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ലല്ലോ. ഏറെ കണ്ണുനീർ പൊഴിക്കേണ്ടി വന്നാലും അവർ അനുസരിക്കും, അല്ലേ ജോസഫേ? ഇത് പറയുമ്പോൾ മേരി ശാന്തമായി കരയുന്നു. ജോസഫ് അത് മനസ്സിലാക്കാത്ത വിധത്തിൽ അത്ര ശാന്തനായി കരയുന്നു. കണ്ണീർ തുള്ളി നിലത്ത് വീഴുമ്പോഴാണ് ജോസഫ് അറിയുന്നത്. അപ്പോൾ ജോസഫ് തലയുയർത്തി മേരിയുടെ ചെറുകരങ്ങൾ തൻ്റെ കരുത്തുറ്റ കൈകളിൽ ചേർത്ത് അമർത്തിക്കൊണ്ട് വിരലുകളുടെ അഗ്രത്തിൽ ചുംബിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പീച്ച് മരത്തിൻ്റെ മൊട്ടുകൾ പോലെ മേരിയുടെ വിരൽത്തുമ്പുകൾ ജോസഫിൻ്റെ കൈപ്പത്തിക്ക് വെളിയിൽ കാണാം. ഇനി നമുക്ക് ഒരുക്കങ്ങൾ നടത്തണമല്ലോ. ജോസഫ് പൂർത്തിയാക്കുന്നില്ല. മേരിയുടെ ശരീരത്തിലേക്ക് ജോസഫ് നോക്കുന്നു. അവൾ വിവരണയായി പെട്ടെന്ന് ഇരിക്കുന്നു. ശരീരത്തിൻ്റെ വ്യത്യാസം കാണാതിരിക്കാനാണ് മേരി ഇരുന്നത്. വേഗം എല്ലാം ചെയ്യണമല്ലോ. ഞാൻ ഇങ്ങോട്ട് വരാം. വിവാഹം പൂർത്തിയാക്കാം. അടുത്ത ആഴ്ചയിൽ നടത്തിയാൽ എന്താ? ജോസഫേ, നീ ചെയ്യുന്നതെന്തും എനിക്ക് സമ്മതമാണ്. കുടുംബത്തിൻ്റെ തലവൻ നീയാണ്. ഞാൻ നിന്റെ ദാസിയും. അല്ല, ഞാൻ നിന്റെ ദാസനാണ്. നിന്റെ ഉദരത്തിൽ വളരുന്ന കർത്താവിൻ്റെ സന്തോഷവാനായ ദാസനാണ് ഞാൻ. ഇസ്രായേലിലെ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീത നീയാകുന്നു. ഇന്ന് വൈകിട്ട് എൻ്റെ ബന്ധുക്കളോട് ഞാൻ പറയും. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ ആയി കഴിയുമ്പോൾ നമുക്കൊരുമിച്ച് എല്ലാം ഒരുക്കാം സ്വീകരിക്കുന്നതിന്. ഓ, എങ്ങനെ എൻ്റെ ദൈവത്തെ എൻ്റെ ഭവനത്തിൽ ഞാൻ സ്വീകരിക്കും? ദൈവം എൻ്റെ കരങ്ങളിൽ. ഞാൻ സന്തോഷം കൊണ്ട് മരിച്ചു പോകും.
ഞാൻ ഒരിക്കലും അവനെ തൊടാൻ ധൈര്യപ്പെടുകയില്ല. എന്നെക്കൊണ്ട് സാധിക്കയില്ല. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് സാധിക്കും. അതുപോലെ നിനക്കും കഴിയും. പക്ഷേ ഞാൻ ഒരു സാധു മനുഷ്യൻ, ദൈവത്തിൻ്റെ മക്കളിൽ ഏറ്റവും പാവപ്പെട്ടവൻ. ഈശോ പാവപ്പെട്ട നമ്മുടെ പക്കലേക്ക് വരുന്നത് ദൈവത്തിൽ നമ്മെ സമ്പന്നരാക്കാനാണ്. നമ്മൾ ഏറ്റവും പാവപ്പെട്ടവരായതുകൊണ്ടും നമ്മൾ അത് അംഗീകരിക്കുന്നത് കൊണ്ടുമാണ് നമ്മുടെ പക്കലേക്ക് ദൈവം വരുന്നത്. സന്തോഷിക്കൂ ജോസഫേ, എത്രയോ കാലമായി നമ്മൾ കാത്തിരിക്കുന്ന രാജാവിനെ ദാവീദിന്റെ ഭവനത്തിന് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ഭവനം സോളമന്റെ കൊട്ടാരത്തേക്കാൾ പ്രതാപമുള്ളതായി തീരും. കാരണം സ്വർഗം ഇവിടെ ആയിരിക്കും. സമാധാനത്തിന്റെ രഹസ്യം പിൽക്കാലങ്ങളിൽ മാത്രം ആളുകൾ പരിചയപ്പെടാൻ പോകുന്ന സമാധാനത്തിന്റെ രഹസ്യം നമ്മൾ ദൈവവുമായി പങ്കുവയ്ക്കുകയായിരിക്കും. നമ്മുടെ ഇടയിൽ അവൻ വളരും. നമ്മുടെ കരങ്ങൾ രക്ഷകന് തൊട്ടിലായിത്തീരും. നമ്മുടെ ജോലി കൊണ്ട് അവന് അപ്പം നേടിക്കൊടുക്കും. ഓ ജോസഫേ, നമ്മെ അപ്പ അമ്മേ എന്ന് വിളിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കും. ഓ മേരി ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നു. മേരി ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നു. എത്ര മാധുര്യമേറിയ കണ്ണീർ. മുട്ടിന്മേൽ നിൽക്കുന്ന ജോസഫ് കരയുകയാണ്. ജോസഫിന്റെ തല മേരിയുടെ നിലമുട്ടി താണു കിടക്കുന്ന വലിയ ഉടുപ്പിന്റെ മടക്കുകളിൽ മറഞ്ഞിരിക്കുന്നു. ദർശനം ഇവിടെ അവസാനിക്കുന്നു. മേരി പറയുന്നു, എൻ്റെ വിളറിയ മുഖം തെറ്റായി വ്യാഖ്യാനിക്കരുത്. മാനുഷികമായ ഭയം കൊണ്ടല്ല അതുണ്ടായത്. മാനുഷികമായ രീതിയിൽ കല്ലെറിഞ്ഞു കൊല്ലപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കേണ്ടിയിരുന്നത്. എന്നാൽ അതോർത്തല്ല ഭയപ്പെട്ടത്. ജോസഫിന്റെ വേദന നിമിത്തമാണ് ഞാൻ സങ്കടപ്പെട്ടത്. ജോസഫ് എന്നെ കുറ്റപ്പെടുത്തും എന്നോർത്ത് ഞാൻ അസ്വസ്ഥയായില്ല. എൻ്റെ ഏക ദുഃഖവും ഭയവും ജോസഫിന് ഉപവി ഇല്ലാതാകുമോ, എന്നെ കുറ്റപ്പെടുത്തുന്നതിൽ നിർബന്ധം പിടിക്കുമോ എന്നതായിരുന്നു. അതുകൊണ്ടാണ് ജോസഫിനെ കണ്ടപ്പോൾ എൻ്റെ രക്തമെല്ലാം ചങ്കിലേക്ക് പ്രവഹിച്ചത്. നീതിമാൻ പോലും ഉപവിയില്ലായ്മ നിമിത്തം നീതിരഹിതനാകാൻ സാധ്യതയുള്ള നിമിഷങ്ങളായിരുന്നു അവ. ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ലാത്ത ഒരു നീതിമാന് ഒരബദ്ധം പറ്റുകയാണെങ്കിൽ അതേക്കുറിച്ച് ഞാൻ അങ്ങേയറ്റം അസ്വസ്ഥയാകും. ജോസഫിനോട് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അങ്ങേയറ്റം എളിയവളായിരുന്നില്ലെങ്കിൽ സ്വയം താഴ്ത്തിയ അവനെ ഉദരത്തിൽ വഹിക്കുവാൻ അർഹയാകുമായിരുന്നില്ല. മനുഷ്യവംശത്തിന്റെ അഹങ്കാരത്തിന് പരിഹാരം ചെയ്യാൻ ദൈവമായ അവിടുന്ന് തന്നെ തന്നെ എത്രയോ താഴ്ത്തി മനുഷ്യനായി. സുവിശേഷങ്ങളിലൊന്നിലും വിവരിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ രംഗം ഞാൻ കാണിച്ചു തന്നത് ദൈവത്തിന് പ്രീതിയുള്ളവരായി തീരാൻ എന്തെല്ലാമാണ് ആവശ്യം എന്ന് നിങ്ങളെ മനസ്സിലാക്കാനാണ്. പലപ്പോഴും ആളുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു, തെറ്റായി നയിക്കപ്പെടുന്നു. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നിരന്തരം വിളിച്ചുകൊണ്ടാണിരിക്കുന്നത്. അത് ശ്രവിക്കണമെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം ആവശ്യമാണ്. വിശ്വാസം. ദേവദൂതന്റെ വാക്കുകളെ ചോദ്യം ചെയ്യാതെ ജോസഫ് വിശ്വസിച്ചു. വിശ്വസിക്കുകയാണ് വേണ്ടതെന്ന് ജോസഫ് അറിഞ്ഞിരുന്നു. കാരണം ദൈവം നന്മയാണെന്നും തൻ്റെ പ്രതീക്ഷ മുഴുവൻ ദൈവത്തിൽ നിക്ഷേപിച്ചിരുന്നാൽ നിരാശപ്പെടേണ്ടി വരികയോ ചതിക്കപ്പെടുകയോ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുകയില്ലെന്നും ഉറപ്പായിരുന്നു. എന്നെ വിശ്വസിക്കാനുള്ള കൃപ മാത്രമേ അദ്ദേഹം ആവശ്യപ്പെട്ടുള്ളൂ. സ്വയം വളരെ ആത്മാർത്ഥതയുള്ള ആളായിരുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ആത്മാർത്ഥതയില്ലെന്ന് വിചാരിക്കാൻ ജോസഫിന് കഴിഞ്ഞിരുന്നില്ല. നിയമം അനുസരിച്ചാണ് അദ്ദേഹം ജീവിച്ചത്. നിയമം അനുശാസിക്കുന്നത് നിന്നെ തന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ്. നമ്മെ തന്നെ വളരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ പൂർണ്ണരാണെന്നും സ്വയം വിചാരിക്കുന്നു. വാസ്തവത്തിൽ നാം ഒട്ടും പൂർണ്ണരല്ല. അതിനാൽ മറ്റുള്ളവർ കുറ്റക്കാരനെന്ന് വിചാരിച്ച് അവരെ സ്നേഹിക്കാതിരിക്കാൻ ന്യായമുണ്ടോ?
പരിമിതിയില്ലാത്ത ഉപവി, എങ്ങനെ ക്ഷമിക്കണം എന്നറിയാവുന്ന ഉപവി, ക്ഷമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉപവി, മുൻകൂട്ടി എല്ലാം ക്ഷമിക്കാൻ തയ്യാറായിരിക്കുന്ന ഉപവി. ഇതാണ് ഉപവിക്ക് വേണ്ട ലക്ഷണങ്ങൾ. എത്ര ന്യായങ്ങൾ ക്ഷമയ്ക്കെതിരായിട്ടുണ്ടായാലും ഉടനടി ക്ഷമിക്കുന്ന സ്നേഹം അഥവാ ഉപവി നമ്മിലുണ്ടായിരിക്കണം. എളിമ, പരിമിതിയില്ലാത്ത എളിമയും ഉണ്ടായിരിക്കണം. വെറും നിസാര കാര്യങ്ങളിൽ പോലും തെറ്റുപറ്റാൻ പാടുണ്ടെന്ന് സമ്മതിക്കുന്നവരാകണം. എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ കഴിയാത്ത വിധം അഹങ്കാരികളാകരുത്. ചെയ്ത കുറ്റത്തേക്കാൾ വലുത് ഈ അഹങ്കാരമായിരിക്കും. ദൈവമൊഴികെ എല്ലാവരും തെറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരിക്കലും തെറ്റുകയില്ല എന്ന് ആർക്ക് പറയാൻ കഴിയും? കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു എളിമയുണ്ട്. ദൈവം നമ്മിൽ ചെയ്യുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുന്ന എളിമ. ദൈവമഹത്വത്തിനായി അത് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തപ്പോൾ അതേക്കുറിച്ച് മൗനം പാലിക്കുന്നത് വലിയ എളിമയാണ്. അത്രയും വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാത്ത നമ്മുടെ സഹോദരങ്ങൾക്ക് മനസ്സിടിവ് വരാതിരിക്കുവാനാണ് ഈ മൗനം. ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ, അവിടുന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ തൻ്റെ ദാസരിൽ അവിടുന്ന് തന്നെ വെളിപ്പെടുത്തും. എലിസബത്ത് ഞാൻ എന്താകുന്നു എന്ന് കണ്ടു. എൻ്റെ മണവാളൻ ഞാൻ എന്താകുന്നു എന്ന് അറിയുവാൻ തക്ക സമയം വന്നപ്പോൾ അറിഞ്ഞു. തൻ്റെ ദാസരായ നമ്മെ അറിയിക്കുവാനുള്ള ജോലി കർത്താവിന് വിട്ടുകൊടുക്കുക. അത് ചെയ്യാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു പ്രത്യേക ദൗത്യത്തിലേക്ക് ഉയരുന്ന ഒരു സൃഷ്ടി ദൈവത്തിൻ്റെ അനന്ത മഹത്വത്തിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു പുതിയ മഹത്വമാണ്. മനുഷ്യൻ എന്തായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അതിന് സാക്ഷ്യം വഹിക്കുകയാണ് ഈ സൃഷ്ടി ചെയ്യുന്നത്. പൂർണ്ണതയുടെ അധിപനായ ദൈവത്തിൻ്റെ ഒരു ചെറിയ പ്രതിച്ഛായയാണ് ഈ സൃഷ്ടി. നിഴലിലും മൗനത്തിലും ജീവിക്കുക. കാരണം കൃപാവരത്താൽ അനുഗ്രഹിക്കപ്പെട്ട നീ ജീവന്റെ വചസ്സുകൾ മാത്രം കേൾക്കുവാനും നിത്യമായി പ്രകാശിക്കുന്ന ആ സൂര്യൻ നിന്റെ മേലും നിന്നിലും ഉണ്ടായിരിക്കുവാനും നീ അർഹയാകണം. ഏറ്റവും അനുഗ്രഹീതമായ പ്രകാശമേ, ദൈവമേ, അങ്ങേ ദാസരുടെ ആനന്ദമേ, അവരുടെ എളിമയിൽ അവർ ആനന്ദിക്കുന്നതിന് അവരുടെ മേൽ പ്രകാശിക്കണമേ. അഹങ്കാരികളെ അവിടുന്ന് ചിതറിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്ന എളിയവരെ, നിന്നെ മാത്രം സ്തുതിക്കുന്ന എളിയവരെ നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് നീ ഉയർത്തുന്നു.